കാപട്യം കർത്താവ് വെറുക്കുന്ന തിന്മയാണ്. ലൂക്കയുടെ 11:47 മുതൽ വീണ്ടും ഈശോ ഫരിസേരെയും നിയമജ്ഞരെയും ശാസിക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവരെ ശാസിക്കുമ്പോൾ ആ ശാസന കൊണ്ട് സത്യത്തിലേക്ക് തിരിച്ചു നടക്കുകയല്ല അവർ ചെയ്തത്. പിന്നെയോ അവനെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്നും പറഞ്ഞ് അവനെക്കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുകയും അവൻ വാക്കിൽ എന്തെങ്കിലും പിഴവ് വരുത്തില്ല അതിൽ പിടിച്ചു കയറി അവനെ ശിക്ഷിക്കാനുമായിട്ടുള്ള പുറകെ നടക്കലാണ് നമ്മൾ കാണുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. നിൻ്റെ ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങൾ സ്നേഹത്തോടെ ആരെങ്കിലും അഥവാ ശാസനയോടെ ആരെങ്കിലും നിന്നെ തിരുത്തുമ്പോൾ നിൻ്റെ മനോഭാവം എന്താണ്? അത് സ്വീകരിച്ച് സത്യത്തിലേക്ക് തിരിച്ചു വരികയാണോ, അതോ എങ്ങനെ ഈ സത്യം പറഞ്ഞവനെ ഇല്ലാതാക്കാമെന്നാണോ നീ ചിന്തിക്കുന്നത്? വളരെ വലിയൊരു ചിന്തയ്ക്ക് വിഷയമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ആമേൻ.